ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കളേഴ്സ് ഓഫ് ലവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കയ്യിലൊരു പൈനാപ്പിൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടുക്കൻ പൈനാപ്പിൾ ജാമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ജാം റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം പൈനാപ്പിൾ ചെത്തി വൃത്തിയാക്കുവാണ്. അപ്പോൾ 3 പൈനാപ്പിളാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം അരിഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തേതാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡലിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് കുക്കറിലേക്ക് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഇടാം. അപ്പോൾ അരിഞ്ഞു വെച്ച പൈനാപ്പിളിനൊപ്പം നമുക്ക് എത്രയും ചെറുതായിട്ടിട്ട് എടുക്കാമോ അതാണ് നല്ലത്. അപ്പോൾ ഇച്ചിരി വലിയ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് കുക്കറിനകത്തേക്ക് ഫുള്ള് ഇട്ട് കൊടുക്കാവേ. ഇതിന് വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിനകത്ത് നിന്ന് തന്നെ പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വരും. അപ്പം ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് ഒരു 4-5 ഗ്രാമ്പു, ചെറിയ 5 ഗ്രാമ്പു, ഇത്തിരി പട്ടയും, ഒരു ജാതിക്കയുടെ ജാതിപത്രിയും, ഒരു ശകലം. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇടാം. ഇനി നമുക്ക് വേണ്ടുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാരയും ഇടാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു ഏകദേശം നമ്മൾ ഈ ഒരു 2.25 കിലോയോളം ഉണ്ട് നമുക്ക് പൈനാപ്പിൾ. അപ്പോൾ അതിനൊപ്പം നമുക്കൊരു 1.5 കിലോയോളം പഞ്ചസാരയും നമുക്ക് ആവശ്യം. നമ്മൾ കുക്കർ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ പഞ്ചസാരയൊക്കെ ചേർന്ന് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലതായിട്ട് വെന്തും കഴിഞ്ഞു. നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ നല്ലതായിട്ട് തണുത്ത് ആറിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാവുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെല്ലാം തെറിച്ച് വീഴും. അപ്പം നമുക്കിത് ഫുള്ളോടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഞാൻ ഏറ്റവും വലിയ ജാറാണ് മിക്സിയുടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം വേവിച്ചത് ഇടാനായിട്ട് പറ്റും. പിന്നെ നമ്മളിത് ജാറിൽ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾ അരച്ചുകൊണ്ട് വന്നത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പോൾ ഇതേപോലെ അപ്പോൾ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ കഷ്ണങ്ങളൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ജാം റെഡിയാക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പേസ്റ്റ് പോലെ ആയിപ്പോയാൽ നമ്മൾ ലാസ്റ്റ് ബ്രെഡിൽ തൂക്കുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും, അതങ്ങോട്ട് സ്പ്രെഡ് ആവത്തില്ല. അപ്പോൾ നമ്മൾ ഇതിങ്ങനെയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല ബ്രെഡിലൊക്കെ നല്ല സൂപ്പറായിട്ട് തേക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ കൊമ്മളകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ജാമ് പൂത്ത് പോകും. അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ കുറേ നേരം ഒരു 10-15 മിനിറ്റോളം നമ്മൾ ഇനി ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, സൂപ്പറായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കളറൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. നല്ല കളറ്. ഇത് നമ്മൾ ഇതിനകത്ത് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് നമുക്കൊരു ലിഡ് എടുത്തൊന്ന് മൂടി വയ്ക്കാം. അതെന്തിനാണെന്നറിയാം, നമ്മുടെ ദേഹത്തെല്ലാം തെറിച്ച് വീഴാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മുടെ ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കി എന്താ കളറാണെന്ന് നോക്കിയെന്നേ. അയ്യോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ നല്ല കളർ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നമ്മുടെ ജാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 2-3 മിനിറ്റിനകം ജാം റെഡിയാവും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മധുരം കൂടുതലൊക്കെ വേണ്ടുന്നവർക്ക് കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ, നമ്മുടെ വീട്ടിലോട്ടല്ലേ, നമ്മൾ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കടകളിലൊന്നും ഇങ്ങനത്തെ ടേസ്റ്റിലൊന്നും സാധനം കിട്ടത്തേ ഇല്ല കേട്ടോ. ആരും ജാമൊന്നും ഇങ്ങനെ ചെയ്യാറുമില്ല. എൻ്റെ അമ്മ ഇത് ചെയ്യും, ഞാനൊക്കെ ചെറുതിലെ മുതൽ കഴിച്ചിട്ടുള്ള. എന്തോ എൻ്റെ അമ്മ നല്ലൊരു പാചകക്കാരിയാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഏത് നേരം എന്തോ ഈ അമ്മേൻ്റെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് അമ്മ അതിന് ടേസ്റ്റാന്നേ. അപ്പോൾ അത് കാരണം എൻ്റെ അമ്മേൻ്റെ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ നല്ല കിടുവായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ജാബ് റെഡിയായി വന്നു. അപ്പം നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്, മധുരമൊക്കെ ഉണ്ടോ നോക്കി. ഇപ്പോൾ കാണുമ്പം തന്നെ മനസ്സിലായില്ലേ, ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി, കുമളകളൊന്നും ഇല്ല. അപ്പം ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, നാരങ്ങ വിരിഞ്ഞ് ഒഴിക്കണം. അപ്പം നമ്മളൊരു വലിയ ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു ചെറിയൊരു നാരങ്ങ പിഴിഞ്ഞ് ഫുള്ളെടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് ഒഴിക്കുക. അതാണ് നമ്മുടെ പ്രിസർവേറ്റീവ് കേട്ടോ. അപ്പോൾ ചെറിയ എന്തെങ്കിലും കുരുവൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയേക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ജാം കയ്പുണ്ടാവും. ഇനി നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് മധുരം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവേ. മധുരമൊക്കെ ആഡ് ചെയ്യുന്ന അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഹലോ, ദേ നോക്കി നമ്മുടെ ജാം നല്ല കിടുക്കൻ ജാം റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ദേ നോക്കി നല്ല ക്രഞ്ചി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമുക്ക് ചേർത്തേക്കുന്ന ആകെ നമ്മുടെ നാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പ്രിസിറ്റേറ്റീവായിട്ട് ചേർത്തേക്കുന്നത്. ബാക്കി നമ്മുടെ പഞ്ചസാരയും 2-3 ഗ്രാമ്പും ഒരു ചെറിയ പട്ടയും അത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? നമുക്കിതൊന്ന് ഒരു ബ്രെഡിൻ്റെ പീസൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയുണ്ട്? നല്ല കിടുക്കനാണ്. എന്നാ രസമാണ് നോക്കി, എന്നാ കളറാണ്. ആഹാ, നിങ്ങളെല്ലാവരും ഇതുകൊണ്ടാണ് ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് കാശ് വെറുതെ മടക്കി കളറൊക്കെ ചേർത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇത് നോക്കിയേ, കണ്ടോ എന്നാ ഭംഗിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. നല്ല കിട്ടുക കേട്ടോ. ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനൊപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ കൂട്ടുകാരോട് തീർച്ചയായിട്ടും പറയണം ഉണ്ടാക്കി നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സുഖമായിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ.